ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 5 to 6 മാർക്ക് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വാട്ടർ അതോറിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏറ്റവും കൂടുതൽ ഓൾമോസ്റ്റ് 8 to 9 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിന്ന് ആൻഡ് ഓൾസോ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പോർഷനിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. സോ എന്തൊക്കെയാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ വരുന്ന ടോപ്പിക്കുകൾ, then അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, അതൊക്കെ ആയിരിക്കും നമുക്ക് മെയിൻ ആയിട്ട് ഇതിൽ പഠിക്കാനുണ്ടാവുക. സോ നമുക്ക് ക്ലാസ്സിലോട്ടേക്ക് വരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം പറയുന്നത് സ്ട്രെസ് സ്ട്രെയിൻ. വാട്ട് ഈസ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ? സോ ഒരു സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഏതായിക്കോട്ടെ, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പ്രിലിമിനറി ബേസിക്കലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് സ്ട്രെസ്, എന്താണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മുന്നേ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, +1 +2 തന്നെ പഠിച്ചിട്ടുണ്ടാവും. വാട്ട് ഈസ് സ്ട്രെസ്, വാട്ട് ഈസ് പ്രഷർ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് പ്രഷർ. അപ്പൊ എന്താണ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ബൈ ഏരിയ ആണ്. അതുപോലെ തന്നെ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെന്താണ്, ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ്. ഇപ്പൊ പ്രഷർ ആയിക്കോട്ടെ ഫോഴ്സ് ബൈ ഏരിയ ആണ്, അതുപോലെ തന്നെ സ്ട്രെസ്സും ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇതൊരു ബോഡി, കൺസിഡർ സേ ഇറ്റ് ഈസ് എ ബോഡി. ഇപ്പൊ ഒരു ബോഡിയിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ ബോഡിക്ക് എന്ത് സംഭവിക്കാം? ഡീഫോർമേഷൻ സംഭവിക്കാം അല്ലെ. അപ്പൊ ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് കോണ്ടാക്ട് അല്ലെ. ഇപ്പോൾ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ, വിച്ച് മീൻസ് അപ്ലൈഡ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അതാണ് നമ്മുടെ പ്രഷർ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് സ്ട്രെസ്? സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം കേസ് തന്നെ. ഇപ്പൊ നമ്മൾ ഒരു ബോഡി കൺസിഡർ ചെയ്യുന്നു, ആ ബോഡിയിലോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലോഡ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നു അല്ലെ. ഒരു ലോഡ് അല്ലെങ്കിൽ ഫോഴ്സ് കൊടുക്കുന്നു. അപ്പൊ ഈ ലോഡ് അല്ലെങ്കിൽ ഈ ഫോഴ്സ് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് ഈ ബോഡിക്ക് എന്ത് സംഭവിക്കാം? രൂപമാറ്റം സംഭവിക്കാം. ചിലപ്പോ ഇതെന്താണ്, നമ്മൾ ഈ ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ ഫോഴ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ബൗൺസ് ബാക്ക് ചെയ്യാം. അപ്പൊ അത് ഇലാസ്റ്റിക് ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ്, ഇത് പെർമനന്റ്ലി ഡീഫോം ചെയ്യാം. അപ്പൊ എന്ത് വേണമെങ്കിലും സംഭവിക്കാം നമ്മൾ ഈ അപ്ലൈഡ് ഫോഴ്സിന്റെ ഫലമായിട്ട്. അപ്പോ ഈ ബോഡി എപ്പോഴും ശ്രമിക്കുന്നത് ഇതിന് കിട്ടിയ ഈ അപ്ലൈഡ് ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനാണ്. ഈ അപ്ലൈഡ് ഫോഴ്സിന്റെ ഫലമായിട്ട് ബോഡിക്ക് എന്ത് സംഭവിക്കുന്നു? ഡീഫോർമേഷൻ സംഭവിക്കുന്നു, രൂപമാറ്റം സംഭവിക്കുന്നു. അപ്പൊ ബോഡിക്ക് ആ ഒരു രൂപമാറ്റം താല്പര്യപ്പെടുന്നില്ല, അതെപ്പോഴും ആ രൂപമാറ്റത്തിനെ റെസിസ്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ പൊസിഷനിലോട്ടേക്ക് റീഗെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഈ അപ്ലൈഡ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇൻ ബിറ്റ്വീൻ ദിസ് ബോഡി, ഈ ബോഡിയുടെ ഉള്ളിൽ തന്നെ ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഈ റെസിസ്റ്റിംഗ് ഫോഴ്സ് ആണ് ഈ ബോഡീനെ അതിന്റെ ഒറിജിനൽ ഷേപ്പിലോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്ലൈഡ് ഫോഴ്സിന്റെ ഫലമായിട്ട് ഈ ബോഡിയുടെ ഉള്ളിൽ തന്നെ ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ, അതാണ് നമ്മുടെ സ്ട്രെസ്. പ്രഷർ എന്താണ്? അപ്ലൈഡ് ഫോഴ്സ്, ഇതാണ് നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് പ്രഷർ. വാട്ട് ഈസ് സ്ട്രെസ്? ദിസ് റെസിസ്റ്റിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് പ്രഷർ. അത്ര മാത്രമേ ഉള്ളൂ. Stress in simple terms is the force or pressure experienced by a material when external factors like applied force, uneven heating or permanent change affect it. എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ അൺഈവൺലി നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ആ ബോഡി എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ കോൺട്രാക്ട് ഒക്കെ സംഭവിക്കും. അപ്പോ അങ്ങനെയുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അതിന്റെ ഉണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് സ്ട്രെസ്. So this stress helps us understand how the material will respond, whether it will bounce back elastically. ഇപ്പോൾ സ്ട്രെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂല അല്ലെ. ഇപ്പോൾ നമ്മളിപ്പോ ഈ ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് ഈ ബോഡി അതിനെ റെസിസ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, ആ ബോഡി അതിന്റെ ഒറിജിനൽ ഷേപ്പിലോട്ടേക്ക് തന്നെ വരും. സോ ഇറ്റ് വിൽ ബൗൺസ് ബാക്ക് ഇലാസ്റ്റിക്കലി. അപ്പൊ റെസിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ, ദാറ്റ് ഈസ് റെസിസ്റ്റിംഗ് ഫോഴ്സ് ഈസ് ലെസ് ദാൻ ദി അപ്ലൈഡ് ഫോഴ്സ്, അപ്പൊ എന്താണ്, ആ ബോഡി പെർമനന്റ്ലി ഡീഫോം ചെയ്യും ആൻഡ് ഇറ്റ് ബിഹേവ് ലൈക്ക് എ ഫ്ലൂയിഡ്. അപ്പൊ ഇങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കും. അപ്പൊ ആ ഒരു സ്ട്രെസ് ആണ് പിന്നെ എങ്ങനെയാണ് ഈ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ള ഐഡിയ നമുക്ക് തരുന്നത്. വെദർ ഇറ്റ് വിൽ ബൗൺസ് ബാക്ക് ഇലാസ്റ്റിക്കലി, ഡീഫോം പെർമനന്റ്ലി ഓർ ബിഹേവ് ലൈക്ക് എ ഫ്ലൂയിഡ്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് സ്ട്രെസ് ഫോർമുലയാണ് പഠിക്കേണ്ടത്. ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ.
റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓർ റിക്കവറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് സ്ട്രെസ്. ഇങ്ങനെ തന്നെ പഠിക്കണം. അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ആണ്. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പഠിക്കും. ഇറ്റ് ഈസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓർ റിക്കവറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അപ്പൊ സ്ട്രെസ് ഈസ് ഈക്വൽ ടു റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ, എഫ് ബൈ എ. അപ്പൊ സ്ട്രെസ് നമ്മൾ സിഗ്മ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പൊ ജനറലി സിഗ്മയാണ്. സിഗ്മ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എഫ് ബൈ എ. അപ്പൊ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി, സ്ട്രെസ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് നമുക്ക് പറയാം. Then stress is expressed in Newton per meter square or Pascal. ഇത് സ്ട്രെസ്സിന്റെ യൂണിറ്റ് ആണ്, അതും ഇമ്പോർട്ടന്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ ആണ് നമ്മുടെ സ്ട്രെസ്സിന്റെ യൂണിറ്റ് വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്ലസ് ഓർ മൈനസ് ആണ് നമ്മൾ സ്ട്രെസ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇതെന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ദി സൈൻ കൺവെൻഷൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് സ്ട്രെസ് ക്യാൻ ഹാവ് either a പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂ. അത് ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സ്ട്രെസ് ഓപ്ഷൻസ് ഉണ്ടാവും, പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പൊ എന്താണ് ആൻസർ? സ്ട്രെസ് ക്യാൻ ഹാവ് either a പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂ. സോ പ്ലസ് വരാം, മൈനസ് വരാം, ഡിപ്പെൻഡിങ് ഓൺ വെദർ ദ ഫോഴ്സ് ആക്ടിങ് ടെൻഷൻ ഓർ കംപ്രഷൻ. അതായത് നമ്മുടെ ഈ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കംപ്രഷൻ ആണെങ്കിൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്താണ്? ഈ ബോഡീനെ അപ്ലൈഡ് ഫോഴ്സ് കംപ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഇതിനെ സ്ട്രെച്ച് ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പൊ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്താണ്? ടെൻഷൻ ആണ് അല്ലെ. അപ്പൊ ടെൻഷൻ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത്. നേരെ തിരിച്ച് നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ടെൻഷൻ, അതായത് നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ബോഡീനെ സ്ട്രെച്ച് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ബോഡി സ്ട്രെച്ച് ആവുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിലുള്ള റെസിസ്റ്റിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈ ബോഡീനെ അതിന്റെ ഒറിജിനൽ ഷേപ്പിലോട്ടേക്ക് റീഗെയിൻ അല്ലെങ്കിൽ ഒറിജിനൽ ഷേപ്പിലോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. അപ്പൊ സ്ട്രെച്ച് ചെയ്യുന്ന ഫോഴ്സ് ടെൻഷൻ ആണ്. അപ്പൊ ഉള്ളിൽ കംപ്രഷൻ വന്നെങ്കിൽ മാത്രമേ ആ ബോഡി എന്താണ് അതിന്റെ ഒറിജിനൽ ഷേപ്പിലോട്ടേക്ക് വരുള്ളൂ. ആ ഒരു കേസിൽ കംപ്രഷൻ വരുമ്പോൾ സൈൻ എന്തായി? നെഗറ്റീവായി. സോ നമുക്ക് എന്ത് പറയാം? ഡിപ്പെൻഡിങ് ഓൺ വെദർ ദ ഫോഴ്സ് ആക്ടിങ് ടെൻഷൻ, ദാറ്റ് ഈസ് സ്ട്രെച്ചിങ് ഓർ കംപ്രഷൻ, സ്ക്വീസിങ് ഓൺ ദ മെറ്റീരിയൽ, ദ സൈൻ കൺവെൻഷൻ ഓഫ് ദ സ്ട്രെസ് ക്യാൻ ബി എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവ് സ്ട്രെസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ടെൻഷൻ വൈൽ നെഗറ്റീവ് സ്ട്രെസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കംപ്രഷൻ. അപ്പൊ പോസിറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ബോഡി കംപ്രസ്ഡ് സ്റ്റേറ്റിലാണ്. നെഗറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ടെൻസൈൽ സ്റ്റേറ്റിലാണ്. അപ്പോൾ ടെൻസൈൽ സ്റ്റേറ്റിലാണെങ്കിൽ മാത്രമേ ഇന്റേണൽ ഫോഴ്സ് അവിടെ എന്താവുള്ളൂ? കംപ്രസീവ് ആവുള്ളൂ. സോ നെഗറ്റീവ് സ്ട്രെസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കംപ്രഷൻ. ഓക്കെ ആണല്ലോ. അടുത്ത നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട മറ്റൊരു പാരാമീറ്റർ ആണ് സ്ട്രെയിൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രെസ്സും സ്ട്രെയിനും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ സ്ട്രെസ്, അതായത് ഒരു ബോഡിയിൽ നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുന്നു. അപ്പൊ ഈ അപ്ലൈഡ് ഫോഴ്സിന്റെ ഫലമായിട്ട് ഈ ബോഡിയിൽ എന്ത് സംഭവിക്കുന്നു? ഡീഫോർമേഷൻ സംഭവിക്കുന്നു. അതിനെ റെസിസ്റ്റ് ചെയ്യാനാണല്ലോ നമ്മുടെ സ്ട്രെസ് വരുന്നത്. അപ്പൊ ഈ ഒരു ഡീഫോർമേഷന്റെ മെഷർ, അപ്ലൈഡ് ഫോഴ്സിന്റെ ഫലമായിട്ട് ബോഡിയിൽ ഉണ്ടാകുന്ന ഡീഫോർമേഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഷേപ്പ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ എ മെറ്റീരിയൽ when it is subjected to stress, അതാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡീനെ എന്താണ് ഒറിജിനൽ ഷേപ്പിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈഡ് ഫോഴ്സിന്റെ ഫലമായിട്ട് തന്നെ ബോഡിയിൽ ഡീഫോർമേഷൻ സംഭവിച്ചു. അപ്പോൾ ഇപ്പം കംപ്രഷൻ ആണെങ്കിൽ അതെന്താവും? സ്ട്രെച്ച് ചെയ്യും. നമ്മളിപ്പോ അപ്ലൈഡ് ഫോഴ്സ് ടെൻഷൻ ആണെങ്കിൽ അതെന്താണ്? അത് കംപ്രസ് ചെയ്യും. അപ്പൊ അത്തരത്തിൽ ആ ഒരു ഡീഫോർമേഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഷേപ്പിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റേണലി സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നു. സ്ട്രെസ് ഡെവലപ്പ് ചെയ്തിട്ട് ആ സ്ട്രെസ് ആണ് ബോഡീനെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത് അല്ലെ, അതിന്റെ ഒറിജിനൽ ഷേപ്പിലോട്ടേക്ക് വരുത്തിക്കുന്നത്. ആ ഒരു ഡീഫോർമേഷനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. In simple terms, it is the amount of stretching, compressing or twisting that a material undergoes in response to applied force or load. അത് തന്നെ നമ്മൾ അപ്ലൈഡ് ഫോഴ്സിന്റെ ഫലമായിട്ട് ആ ഒരു മെറ്റീരിയലിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ലെങ്ത്, ഡീഫോർമേഷൻ, അതിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ട്രെയിനിന്റെ ഫോർമുലയാണ്. സ്ട്രെയിനിന്റെ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സ്ട്രെയിൻ സ്ട്രെസ് നമ്മൾ സിഗ്മ വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ സ്ട്രെയിൻ നമ്മൾ പറയുന്നത് എപ്സിലോൺ എന്ന് പറഞ്ഞ സിമ്പിൾ വെച്ചിട്ടാണ് സ്ട്രെയിൻ പറയുന്നത്. സ്ട്രെയിനിന്റെ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് സ്ട്രെയിൻ. ഡെൽറ്റ എൽ ബൈ എൽ. ഇപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് അല്ല സ്ട്രെയിൻ, ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്, അതാണ് സ്ട്രെയിൻ. ഓക്കെ. സ്ട്രെയിൻ എപ്സിലോൺ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ. സ്ട്രെയിൻ എപ്സിലോൺ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ. ഓക്കെ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഉണ്ട്, വോളിയോമെട്രിക് സ്ട്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ഷിയറിംഗ് സ്ട്രെയിൻ ഉണ്ട്. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അത് ലെങ്ത്തുമായി ബന്ധപ്പെട്ടതാണ്.
അപ്പൊ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയിൽ നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് ആ ബോഡിക്ക് വോളിയോമെട്രിക്കലി ചേഞ്ച് വരികയാണെങ്കിൽ, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം, അതാണ് വോളിയോമെട്രിക് സ്ട്രെയിൻ. ദെൻ ഷിയറിംഗ് സ്ട്രെയിൻ ഉണ്ട്. ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ഫിക്സഡ് സർഫസ്. അപ്പൊ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷേപ്പ് ചേഞ്ചിനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഇങ്ങനെയുള്ളൊരു ബോഡി അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പൊ ഈ ഒരു പൊസിഷനിലോട്ടേക്കായി, ഈ ഒരു ആംഗിൾ തീറ്റ, ഇപ്പോൾ പെർപെൻഡിക്കുലർലി ഉണ്ടായ ബോഡിയാണ് ഇപ്പം ഈ ഒരു പൊസിഷനിലോട്ടേക്ക് ആംഗിൾ തീറ്റ മാറിയിട്ട് വന്നത്. അപ്പൊ ഇതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ഫിക്സഡ് സർഫസ്, അതാണ് ഷിയറിംഗ് സ്ട്രെയിൻ. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഉണ്ട്, വോളിയോമെട്രിക് സ്ട്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ഷിയറിംഗ് സ്ട്രെയിൻ ഉണ്ട്. ഓക്കെ ആണല്ലോ, സ്ട്രെയിൻ അപ്പൊ നമുക്ക് മനസ്സിലായി. Strain is calculated as the ratio of the change in size or shape of the material to original size or shape. ഈ സൈസ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, വോളിയോമെട്രിക് സ്ട്രെയിൻ ഒക്കെ സൈസിലാണ് വരുന്നത്. കാരണം ലെങ്ത്തിൽ ഉണ്ടാകുന്ന മാറ്റം, വോളിയത്തിൽ ഉണ്ടാകുന്ന മാറ്റം. ഷിയറിംഗ് സ്ട്രെയിൻ ആണ് ഷേപ്പിൽ വരുന്നത്. ഇപ്പൊ സ്ട്രെയിൻ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ സൈസ് ഓർ ഷേപ്പ് ഓഫ് ദ മെറ്റീരിയൽ, സൈസും ചേഞ്ച് ആവുന്നുണ്ട്, ഷേപ്പും ചേഞ്ച് ആവുന്നുണ്ട്, ഓർ ഷേപ്പ് മെറ്റീരിയൽ ടു ഇറ്റ്സ് ഒറിജിനൽ സൈസ് ഓർ ഷേപ്പ്. അതാണ് നമ്മുടെ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ എൽ ബൈ എൽ. അപ്പോൾ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ദ ഡിഫോർമേഷൻ, ചേഞ്ച് ഇൻ ഷേപ്പ് ഓർ ചേഞ്ച് ഇൻ സൈസ് വെൻ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എക്സ്റ്റേണൽ ലോഡ്. സ്ട്രെയിനിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഡെൽറ്റ എൽ ബൈ എൽ ആണ് സ്ട്രെയിനിന്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം ഇതൊരു സ്പ്രിംഗ് ആണ്. ഇപ്പൊ സ്പ്രിങ്ങിന്റെ താഴെ നമ്മൾ എന്താണ്, ഒരു ബോഡി നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്ട്രെസ് റിഫേഴ്സ് ടു ദ കോസ് ഓഫ് ഡിഫോർമേഷൻ ആൻഡ് സ്ട്രെയിൻ റിഫേഴ്സ് ദ എഫക്ട് ഓഫ് ദ ഡിഫോർമേഷൻ. അപ്പൊ സ്ട്രെസ് ആണ് ഡിഫോർമേഷന് കാരണക്കാരൻ. അപ്പൊ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് കാരണം ഉണ്ടാവുന്ന ആ ഒരു എഫക്ട്, അതാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്, എഫക്ട് ഓഫ് ദ ഡിഫോർമേഷൻ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഡൗൺവേർഡ് ഫോഴ്സ് എഫ് കോസ് ദ ഡിസ്പ്ലേസ്മെന്റ് എക്സ്. ഈ ഡൗൺവേർഡ് ഫോഴ്സ് എഫ്, ഇതാണ് അപ്ലൈഡ് ഫോഴ്സ്. ഈ അപ്ലൈഡ് ഫോഴ്സിന്റെ ഫലമായിട്ട് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ അപ്ലൈയുടെ ഫലമായിട്ട് എന്താണ്, ബോഡി എന്ത് ചെയ്യുന്നു, ഈ ഒരു പൊസിഷനിൽ ഈ ഒരു ഭാഗത്തോട്ടേക്ക് വന്നു, ഡിഫോം ചെയ്തു. എക്സ് എന്ന ഡിസ്റ്റൻസിലെ ഡിസ്പ്ലേസ്മെന്റ് ആ ബോഡിക്ക് ഉണ്ടായി. അപ്പൊ സ്ട്രെസ് ഈസ് ദ ഫോഴ്സ്, സ്ട്രെയിൻ ഈസ് ദ ഇലോംഗേഷൻ. അപ്പൊ ഇവിടെ സ്ട്രെസ് എന്താണ്? സ്ട്രെസ് ഈസ് ഡ്യൂ ടു ഫോഴ്സ് ആൻഡ് സ്ട്രെയിൻ ഈസ് ദ ഇലോംഗേഷൻ. ഈ എക്സ് എന്ന് പറയുന്നതാണ് ഇലോംഗേഷൻ.